നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ജപ്പാനുമായി ബന്ധപ്പെട്ട 6ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ വോയിസ് റെക്കോർഡുകളിൽ ശബ്ദത്തിന് ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിരുന്നു. എന്നാൽ എന്നെയും എൻ്റെ വീഡിയോയും സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹത്തോടുള്ള ആവശ്യപ്രകാരം ഞാൻ വീണ്ടും എൻ്റെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇനി മുതലുള്ള വീഡിയോകളിൽ അങ്ങനെ തന്നെ തുടരാം. ടോക്കിയോയിൽ കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇന്ന് ചെക്കൗട്ട് ആവുകയാണ്. രാവിലെ തന്നെ 7 മണിക്കൂറിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ ഏകദേശം 9 മണിയോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയുള്ളൂ. ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി. ഞങ്ങളുടെ ഗൈഡ് റിസപ്ഷനിൽ പോയി എല്ലാ ചെക്കൗട്ട് ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. ഞങ്ങൾ ജപ്പാനിൽ ഇന്ന് നിലനിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡുകൾ, ഹൈവേകൾ, റെയിൽവേകൾ, സബ്വേകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വെയർഹൗസുകൾ, ടെലികമ്മ്യൂണിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന വളരെ വികസിത അടിസ്ഥാന സൗകര്യങ്ങൾ ജപ്പാനിലുണ്ട്. വ്യക്തിപരവും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി സമർപ്പിത ലോജിസ്റ്റിക് കമ്പനികളുടെ വിപുലമായ ഒരു ശ്രേണിയും രാജ്യത്തിനുടനീളമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഇൻഫ്രാസ്ട്രക്ചർ റോഡുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2023 കണക്കനുസരിച്ച് 7,30,000-ലധികം പാലങ്ങൾ, 11,000 ടണലുകൾ, 10,000 വാട്ടർ ഗേറ്റുകൾ, 4,70,000 മീറ്റർ മലിനജല പൈപ്പുകൾ, 5,000 തുറമുഖ കടവുകൾ എന്നിവ 50 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ളവയാണ്. പ്രായമേറുന്ന ഈ അടിസ്ഥാന സൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളും ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുകയും സർക്കാരിൻ്റെ വർദ്ധിച്ച ശ്രദ്ധയും പൊതുജന പരിശോധനയും ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സുസ്ഥിര വികസനം ജപ്പാന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രധാന ആശയമാണ്. വളരെ പരിമിതമായ പ്രകൃതി വിഭവങ്ങളുള്ള ഒരു രാജ്യമായതിനാൽ സുസ്ഥിര വികസനത്തിന്റെ പ്രാധാന്യം ജാപ്പാനീസ് സർക്കാർ മനസ്സിലാക്കുകയും അതിൻ്റെ വിഭവങ്ങൾ സംരക്ഷിക്കാനും കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കാനും ശ്രമിക്കുന്നുണ്ട്. 2023 ജപ്പാനിൽ എഡ്ജ് ഇൻഫ്രാസ്ട്രക്ചർ ചെലവിൽ ഹാർഡ്വെയർ ആധിപത്യം പുലർത്തിയിരുന്നു. കണക്കാക്കിയ ചെലവ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 649 ബില്യൺ യെൻ ആണ്. ഇത് 2022 അപേക്ഷിച്ച് 10.5% വർധനയുണ്ടായിട്ടുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെയും തൊഴിലവസരത്തിൻ്റെയും മൊത്തത്തിലുള്ള അനുപാതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സേവന മേഖല സമ്പദ് വ്യവസ്ഥയിൽ ആധിപത്യം സ്ഥാപിച്ചു. ജപ്പാന്റെ വ്യാവസായിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങളുടെ അഭാവത്തിൽ നിന്നാണ് വ്യാപാരത്തിന് ഊന്നൽ നൽകുന്നത്, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങളുടെയും മറ്റു ധാതുക്കളുടെയും. ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും ശ്രദ്ധേയവും അന്തർദേശീയവുമായി അറിയപ്പെടുന്നതുമായ സവിശേഷതയാണ് നിർമ്മാണം. ഇന്ന് ഇലക്ട്രിക്കൽ വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈലുകൾ, കപ്പലുകൾ, യന്ത്ര ഉപകരണങ്ങൾ, ഒപ്റ്റിക്കൽസ്, പ്രിസിഷൻ ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിന് ജപ്പാൻ ലോക നേതാവാണ്. മൊത്ത ചില്ലറ വ്യാപാര പ്രീഫെക്ചറിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് അതിനുശേഷം റിയൽ എസ്റ്റേറ്റും. ഭൂമിശാസ്ത്രപരമായി ജാപ്പാനീസ് ദ്വീപ സമൂഹത്തിന്റെ മധ്യഭാഗത്താണ് ടോക്കിയോ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2.2 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ നഗരം 47 പ്രീഫെക്ചറുകളുടെ 3ാം സ്ഥാനത്താണ് ഉള്ളത്. ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ മൊത്ത വ്യാപാര ഉൽപാദനം, അതായത് GDP ഉള്ള രാജ്യങ്ങളിൽ ജപ്പാൻ 3ാം സ്ഥാനത്താണ് ഉള്ളത്. ജപ്പാനിലെ സാമ്പത്തിക മേഖലയിലുടനീളമുള്ള മൊത്ത ആഭ്യന്തര ഉൽപാദനം, അതായത് GDP വിതരണം പരിശോധിച്ചാൽ ജപ്പാനിലെ GDPയുടെ ഭൂരിഭാഗവും സേവന മേഖലയാണ് സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് മൗണ്ട് ഫൂജി, അതായത് മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ജപ്പാനിലെ അതിപ്രസിദ്ധമായ ഒരു പർവ്വതം, ടോക്കിയോയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററോളം റോഡിലൂടെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെ എത്തിച്ചേരാൻ വേണ്ടി. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ എത്താൻ 5 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. പക്ഷേ വിനോദസഞ്ചാരികൾക്ക് 3ാമത്തെ ഫേസ് വരെ കയറാനുള്ള അനുവാദമേ ഉള്ളൂ. ഇന്ന് അവിടെ വരെ എത്തുന്നതിന് മുൻപായി തന്നെ ഒരു ഷിപ്പിംഗ് ഉണ്ട് ഞങ്ങൾക്ക്, ലക് അഷി ക്രൂയിസ്. ഒരു ദ്വീപിൽ നിന്നും ഞങ്ങളുടെ
ഒരു കപ്പലിൽ കയറ്റി മറ്റൊരു ദ്വീപിൽ എത്തിക്കും. അതിനുശേഷമാണ് നമ്മുടെ ഈ യാത്രയുടെ ജപ്പാൻ യാത്രയുടെ, അതായത് ഈ ജപ്പാൻ യാത്രയുടെ ഐക്കോൺ ആയ ജപ്പാന്റെ തനതായ ഭക്ഷണം, നാടൻ ഭക്ഷണം, അതായത് ഇന്നത്തെ ഉച്ചയൂണ് അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ആസ്വദിക്കാൻ പോകുന്ന ലക്ഷ് അഷി ക്രൂയിസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് ശേഷം ഹാക്കോൺ പർവ്വതത്തിന്റെ കാൽഡേറിൽ രൂപം കൊണ്ട തടാകമാണ് ആഷി തടാകം. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ക്രൂയിസിലൂടെ പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ തടാകത്തിൽ ഇന്ന് ആഷി തടാകം പലപ്പോഴും ഹാക്കോണിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ മൗണ്ട് ഫൂജിയുമായി, അതായത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഫ്യൂജി പർവ്വതവുമായി ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും മേഘങ്ങളും മോശം കാലാവസ്ഥയുമുള്ള സമയത്ത് പലപ്പോഴും ഫ്യൂജി പർവ്വതത്തിന്റെ കാഴ്ചയെ നമുക്ക് വളരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞു. ക്രൂയിസിലേക്ക് തിരിക്കാനുള്ള ആ പോയിന്റിലാണ് നമ്മൾ എത്തിക്കഴിഞ്ഞത്. ഇനി ഇവിടാണ് ഹാക്കോൺ. വെൽക്കം ടു ഹാക്കോൺ. ഈ സ്ഥലത്തിന്റെ പേരും അതാണ്. ഇവിടെ നിന്നാണ് നമ്മളൊരു ക്രൂയിസിലേക്ക് കയറുന്നത്. നമ്മുടെ പശ്ചാത്തലത്തിൽ കാണുന്ന ആ വെളുത്ത പർവ്വതമാണ് ഫ്യൂജി പർവ്വതം. ജപ്പാന്റെ അതിപ്രസിദ്ധമായ ഒരു പർവ്വതനിരയാണിത്. ജപ്പാൻ സന്ദർശിക്കുന്നവർക്ക് ആർക്കും ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഈ പർവ്വതം കാണാതെയും ആ പർവ്വതത്തെ ഒന്നും തൊടാതെയും അതിൻ്റെ അല്പം ഉയരത്തിൽ കയറാതെയും ജപ്പാൻ യാത്ര ഒരിക്കലും പൂർത്തീകരിക്കത്തില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആദ്യം നമ്മുടെ ഈ ക്രൂയിസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മളതിൻ്റെ 3rd സ്റ്റെപ്പ് വരെ കയറാൻ പറ്റുന്നുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ക്രൂയിസ് ഫീൽഡാണിത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ക്രൂയിസ്. നമ്മുടെ ക്രൂയിസ് ടിക്കറ്റ് എടുത്തു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഫൂജി പർവ്വതത്തിന്റെ കാഴ്ച നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാനൊക്കെയുള്ളൂ. കാരണം അതിരാവിലെയും വൈകുന്നേരം പലപ്പോഴും പർവ്വതത്തിന്റെ കാഴ്ചകൾ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ക്രൂയിസാണ് ഇത്. രാജകീയമായി അലങ്കരിച്ചിരിക്കുന്ന ഈ ക്രൂയിസിൽ ഏകദേശം 750 വിനോദസഞ്ചാരികളെ കയറ്റാനും ഈ പർവ്വതനിരകളും ഈ തടാകവും ചുറ്റിക്കാണിക്കുവാൻ സാധിക്കും. വളരെയധികം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വളരെയധികം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നിന്നും ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നു, മറുഭാഗത്ത് നിന്നും ഞങ്ങൾ ബോർഡാവുന്നു. അതാണ് ഇതിന്റെ രീതി. 30 മിനിറ്റ് കൊണ്ട് ഇത് മറ്റൊരു ദ്വീപിൽ സമൂഹത്തിൽ എത്തിച്ചേരും. തടാകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് ബോട്ട് യാത്രയ്ക്ക് ഏകദേശം 30 മിനിറ്റ് എടുക്കും. തടാകത്തിന്റെ വടക്കേ അറ്റത്ത് ഹവയാഗ നദിയാണ് ഒഴുകുന്നത്. നിരവധി കാരണങ്ങളാൽ ആഷി തടാകം ഒരു ജനപ്രിയ ആകർഷകമാണ്. നമുക്ക് ഫ്യൂജിയുടെ മികച്ച കാഴ്ചകൾ നേടാനും ഫൈവോ നോ ടോറി കാണാനും തടാകത്തിലൂടെ അതുല്യമായ ഒരു ബോട്ട് ടൂറുകൾക്ക് സാധിക്കുന്നുണ്ട്. സന്ദർശകർക്ക് ആഷി തടാകത്തിൽ ബോട്ടുകൾ വാടകയ്ക്കെടുക്കാം. ചെറിയ ചെറിയ ബോട്ടുകൾ വരെ വാടകയ്ക്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. അരമണിക്കൂറിന് 1500 yen ആണ് വാടക കൊടുക്കേണ്ടത്. അതിന് സ്വാൻ ബോട്ട്, അതായത് അര എണ്ണത്തിന്റെ രീതിയിലുള്ള 1-2 പേർക്ക് മാത്രം നിന്ന് തൊഴിഞ്ഞു പോകാനുള്ള ചെറിയ ചെറിയ ബോട്ടുകളും അവിടെ നിന്ന് ലഭ്യമാണ്. പക്ഷേ ഇതുപോലുള്ള വലിയ ബോട്ടുകളിൽ യാത്ര ചെയ്ത് ആസ്വദിക്കാനാണ് യാത്രക്കാരിൽ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ കൂടുതലും താല്പര്യപ്പെടുന്നതും തിരഞ്ഞെടുക്കുന്നതും. ഞങ്ങളും അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് മുഴുവൻ ആ വലിയ ബോട്ടിൽ തന്നെ കയറി എല്ലാവരും യാത്ര വളരെ ആസ്വദിക്കുന്നുണ്ട്. മറ്റൊരു ദ്വീപിലേക്കാണ് അത് പോകുന്നത്. 30 മിനിറ്റ് കൊണ്ട് ആ യാത്ര ആ ദ്വീപിൽ എത്തിച്ചേരും. ഞങ്ങളെപ്പോലെ തന്നെ വളരെയധികം വിനോദസഞ്ചാരികൾ ഇവിടെ ഉണ്ടായിരുന്നു. ജാപ്പാനീസും ഉണ്ട്, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഈ രാജ്യത്തിന്റെ ഐക്കോണായി കാണുന്ന ഒരു സിമ്പിളുണ്ട്, അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. ഈ യാത്രയുടെ ഒരു ഭാഗത്ത് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അന്ന് ഞാൻ അതേപ്പറ്റി ഉള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ക്രൂയിസ് മറ്റ് ഒരു ദ്വീപിന്റെ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30 മിനിറ്റ് നേരത്തെ ആ ക്രൂയിസ് യാത്രയ്ക്ക് ശേഷം മറ്റൊരു ദ്വീപിന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉച്ചഭക്ഷണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ജപ്പാന്റെ തനതായ നാടൻ ഭക്ഷണം. അത് വളരെ രസകരമായ ഭക്ഷണമാണ്, പക്ഷെ വളരെ രസകരമായ രീതിയാണ് അത്. അതേക്കുറിച്ച് അതുകൂടി നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മിക്കവാറും അത് ഒരു വലിയ എപ്പിസോഡായി തീരും. അതുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡ് നല്ല വിശദമായ രീതിയിൽ പറഞ്ഞുതരാം. കാരണം
ഒരുപാട് മനസ്സിലാക്കാനും രസിക്കുവാനും ഉള്ള ഒരു തമാശ രൂപത്തിൽ എടുത്താൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഭക്ഷണ രീതികളുള്ളത്. കമ്പും കോലും കൊണ്ടുള്ള ഭക്ഷണ രീതികൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരും അത് പരീക്ഷിച്ച് നോക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ആ വിശദ വിവരങ്ങളായിട്ട് വരുന്ന അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.